മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്പിരിച്വൽ ലോസിനെ കുറിച്ച്, ആത്മീയ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ച ലോ ഓഫ് തോട്ട്സ്, ലോ ഓഫ് കൺഫെഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് റെക്കഗ്നിഷൻ, ലോ ഓഫ് പ്രോസസ്, ലോ ഓഫ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്, ലോ ഓഫ് സീഡ് ഓഫറിങ്, ലോ ഓഫ് സ്പിരിറ്റ്, ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിശയം തോന്നും, ഇത്രയും നിയമങ്ങളുണ്ട്. ഇതെല്ലാം ബിബ്ലിക്കലായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ്. ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിൽ ആണ് ദൈവത്തിൻ്റെ വചനം പോലും ദൈവം ക്രമീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ റെഫറൻസസ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നെടുത്ത് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ ലോ ഓഫ് വിഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനത്തിൻ്റെ ഒരു നിയമം. ഈ ദർശനത്തിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ദർശനത്തിൽ പോലും വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ സ്വപ്നങ്ങളും ദർശനത്തിലും വിശ്വസിക്കാത്ത ക്രിസ്തീയ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യം വെച്ചാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ്. കാരണം വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും. ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണുന്നതാണ് ദർശനത്തിൻ്റെ നിയമം. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണുന്നതാണ് ദർശനത്തിൻ്റെ നിയമം. ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അജ്ഞരായിരിക്കും, നിങ്ങൾ അവിടെ എത്തിച്ചേരത്തില്ല. ഞാൻ പറയുന്ന എല്ലാ ഓരോ വേർഡുകളും മീനിങ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ദർശനത്തിൻ്റെ നിയമം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണുന്നതാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരുകയില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം വരുന്നത് പോലും പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ കാണുമ്പോഴാണ്, വിശ്വാസത്തിൽ കാണുമ്പോഴാണ് ഉത്തരം നമുക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ വി ആർ ഹെൽപ്ലെസ്. നമുക്ക് യാതൊരു സഹായവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടാത്തതെന്നൊക്കെ ഞങ്ങൾ ചോദിക്കും. നമ്മളൊരു കാര്യം വിശ്വാസത്തിൻ്റെ കണ്ണാൽ കണ്ടാൽ അത് നമുക്ക് കിട്ടും. വാട്ട് യു സീ യു വിൽ ഗെറ്റ് ഇറ്റ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 13:15 നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ആദ്യം അവനെ കാണുന്ന ഈ കണ്ണെന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? പല കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ്. ഈ കണ്ണിൽ കൂടി പല കാര്യങ്ങൾ കയറും. ഇപ്പം നമ്മുടെ കണ്ണിൽ കൂടെ ഒക്കെ കയറുന്ന വേറെ സാധനങ്ങളാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ദർശനത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടി, വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടി ചില കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് ദൈവവചനപ്രകാരമാണെങ്കിൽ അത് നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇത് ഇങ്ങനെ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ, വിശ്വാസത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ട് പ്രാർത്ഥനയിൽ കൂടി എനിക്കത് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ, ആ താഴെ കമൻറ്റ് ബോക്സിൽ യെസ് ഐ ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ദയവായിട്ട്. നിങ്ങൾ ആ വേർഡ് ഏറ്റെടുത്തൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണാലെ ഞാൻ കാണുകയാണ്, ഇന്നതെനിക്ക് വന്നു ചേരും എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു ചേരും. അവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് ശാശ്വതമായി തരും. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും അവനോട് പറയുന്നുണ്ട്. ഈ പല കാര്യങ്ങളും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ശരിക്കും വിശ്വാസത്തിൻ്റെ കണ്ണിൽ കാണുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അത് വരുന്നു എന്നുള്ളത് സത്യമാണ്. സോ അബ്രഹാമിനുള്ള ദർശനവും അവൻ്റെ വിശ്വാസവും അത് അവനെ ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായിരുന്നു, അവനെ മുമ്പോട്ട് നടത്തുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിലെ ചില മെൻ്റൽ ഇമേജസ്, നമ്മുടെ ഉള്ളിലുള്ള ചില മനസ്സിലുള്ള ചില ഇമേജസ്, അത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിൽ വരുന്ന ഇമേജുകളാണ്. ഹലോ, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിൽ ചില ഇമേജസ് ഇടും. ആ ഇമേജസ് നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ദൈവം കാണിച്ചു തരും. ഈ കാണിച്ചു തരുന്ന ഇമേജ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയും നിങ്ങളുടെ ദർശനത്തിൽ വളരുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ റിയൽ ഫെയ്ത്ത് സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് വിഷൻ. ശരിക്കുമുള്ള വിശ്വാസം ദർശനങ്ങളെ ഉണ്ടാക്കും. ദർശനത്തിൻ്റെ ഒരു കാൽവയ്പ്പാണ്.
നമ്മുടെ വിശ്വാസം നമ്മുടെ ആഴത്തിൽ വരുമ്പോഴാണ് അത് നമ്മൾക്ക് ദൈവം വിശ്വാസ കണ്ണിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോഴാണ് ദൈവം ദർശനത്തിൽ കൂടിയും സ്വപ്നങ്ങളിൽ കൂടിയും വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് അതിരുകളില്ല. അവൻ എന്ത് ചെയ്യാൻ കഴിയും? അത് നിങ്ങളുടെ ദർശനമാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുന്ന ഓരോ സെൻറ്റൻസും. നിങ്ങളുടെ ദർശനമാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. ഈ ദർശനമാണ് നിങ്ങളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. ഈ ദർശനമാണ് നിങ്ങളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. നമ്മളൊരു ദർശനമോ സ്വപ്നമോ കണ്ടു, ദൈവം അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു എങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടി ദൈവം ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൽ ഓർത്ത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് അച്ചീവ് ചെയ്യാനും വിശ്വാസത്തോടെ അച്ചീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വലുതാകുകയും അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ചെറുതാകുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ ദർശനങ്ങളിൽ നമ്മൾ വല്ലാതെ ഇരിക്കുന്നതുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഞെരുങ്ങിയിരിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലിമിറ്റഡ് ആവുന്നത്, നമ്മുടെ ജീവിതം ലിമിറ്റഡ് ആവുന്നത്. ഇവിടെ സങ്കീർത്തനം 78:41 പറയാണ്, അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഇതാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് they turned back and tempted God and limited the Holy One of Israel. ലിമിറ്റഡ്, അവൻ ദൈവത്തെ മുഷിപ്പിച്ചു എന്നല്ല, ദൈവത്തെ എന്ന് ലിമിറ്റ് ചെയ്തു. ദൈവത്തെ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം അൺലിമിറ്റഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഹി ഈസ് അൺലിമിറ്റഡ്. നമുക്ക് ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ദർശനത്തിൽ നമ്മൾ ലിമിറ്റഡ് ആയി പോവുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവത്തിനും പറ്റത്തില്ല. കാരണം ഇങ്ങനെ വരുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അവിശ്വാസം വരും. ദർശനം തരുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്, എന്നാൽ നമ്മളിൽ നിന്ന് അവിശ്വാസം വരും. ഈ സങ്കീർത്തനം 78 നമ്മളിപ്പം വായിച്ച സങ്കീർത്തനം 78:19 ഇതെല്ലാം മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ നടന്ന ചില ഇൻസിഡൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി നടന്നപ്പോഴോ സംഭവിച്ച കാര്യം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴി സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരനുഭവം. ഇത് ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിലെ ദൈവത്തെ ലിമിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഈസ് വാട്ട് യു സീ യുവർ സെൽഫ് ആൻഡ് ഡൂയിങ് ആൻഡ് ബിക്കമിങ്. നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് നിങ്ങൾ കാണുകയും കണ്ടിട്ട് അത് ചെയ്യുകയും അതായിത്തീരുകയും ചെയ്യുന്നതാണ്. സോ യു നീഡ് ടു എൻലാർജ് യുവർ വിഷൻ. നിങ്ങളുടെ ദർശനങ്ങളെ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. ഇഫ് യു വാണ്ട് ടു ഗോ ടു ഡൂ ഫോർ യു മൈറ്റി തിങ്സ്, നിങ്ങൾ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ട ദർശനങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും നിങ്ങളത് എൻലാർജ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ദർശനം ദൈവവചനത്താൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ദൈവവചനത്തിന് വിപരീതമായ ഒരു ദർശനമില്ല. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് ദർശനം ഉണ്ടാകണം. അതെങ്ങനെയാ പാസ്റ്ററെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നുണ്ടാവുന്നത്? സംഖ്യാപുസ്തകത്തിലെ മോശ 12 പേര് കനാൻ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. എന്നാൽ 10 പേരും അവിടെ ജയൻസ് ആണ് എന്ന് പറഞ്ഞ് ജയൻസിനെ ഫോക്കസ് ചെയ്തത്. they saw the picture in wrong angle, അല്ലേ? ഒരു റോങ് ആംഗിളിലാണ് അവർ കണ്ടത്. കാരണം നമ്മളിപ്പം ഒരു സാധനത്തെ നോക്കുമ്പോഴേ പല രീതിയിലുള്ള അഭിപ്രായം നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സാധനം നമുക്ക് ചിലർ പറയാം അത് അക്വയർ ചെയ്യാൻ പറ്റും, ചിലർ പറയാം അത് പറ്റത്തില്ല. ഇങ്ങനെ പല ചിന്തകൾ വരും. ഇവിടെ അതുപോലെ അവർ ഫോക്കസ് ചെയ്ത് അവിടെ വലിയ ജയൻസ്, അവരെല്ലാം ഭയങ്കര ജയൻസാണ്. എന്നാൽ അങ്ങനെ ഫോക്കസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ റോങ് ആംഗിളിൽ ഫോക്കസ് ചെയ്തപ്പോഴത്തേ അവർ നശിച്ചുപോയി. അവരെ തന്നെ ഒരു വിട്ടിലായി, അല്ലെങ്കിൽ എന്താണ് ഒരു വിട്ടിലിന് ഒരു കുഞ്ഞായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ കൊച്ചായിട്ട് അവരെ കണ്ടു. അയ്യോ, അവരൊക്കെ ജയൻ്റാണ്, ഞങ്ങളൊക്കെ വിട്ടിലാണ്, ഒരു ഗ്രാസ് ഹോപ്പറാണ്. എന്നാൽ യോശുവയും കാലേബിൻ്റെ കാഴ്ച വ്യത്യസ്തമായിരുന്നു. അവർ കണ്ടത് വേറെ രീതിയിൽ. അവർ ജയൻറ്റിനെ അല്ല ഫോക്കസ് ചെയ്ത്, അവർ പറഞ്ഞു അവിടെ കൃഷികളെ ഫോക്കസ് ചെയ്ത്, അവിടെ വലിയ ക്രോപ്പാണ്, നല്ലതാണ്, അത് നമ്മൾ അക്വയർ ചെയ്തതിന് അവിടെ പ്രവേശിപ്പാൻ അതുകൊണ്ട് അവർക്ക് സാധ്യമായി തീർന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ
യു നീഡ് ടു ഹാവ് ദ റൈറ്റ് വിഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ചുള്ള ശരിയായിട്ടൊരു ദർശനം ഉണ്ടാവണം. നിങ്ങളെക്കുറിച്ച് ശരിയായൊരു ദർശനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരികയില്ല. ദൈവിക ദർശനം അവൻ്റെ വചനത്തിലുണ്ട്. ദൈവവചനം, അതുകൊണ്ട് പറയുന്നത്, ദൈവവചനം ഒരു വെളിപ്പാടായി നിങ്ങളുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ ലിമിറ്റഡ് ആയിരിക്കും. ഇത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ബാക്കിയുള്ളതെല്ലാം പഠിച്ച് നമ്മളൊരു സെർമൺ ഉണ്ടാക്കാൻ വേണ്ടി ദൈവവചനം പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. എന്നാൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോഴേ അതൊരു വെളിപ്പാടായി നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ നമ്മുടെ വിഷൻ വീണ്ടും ചുരുങ്ങിയിരിക്കും, ലിമിറ്റഡ് ആയിട്ടിരിക്കും. യെരമ്യാവെ ദൈവം വിളിക്കുമ്പോൾ ദൈവം യെരമ്യാവിനെ ഒരു പ്രോഫറ്റായിട്ട് ആണ് വിളിക്കുന്നത്. യെരമ്യാ 1:6. അതുപോലെ തന്നെ ജഡ്ജസിനകത്ത് ന്യായാധിപന്മാർ 6:12 തൊട്ടുള്ള വാക്യങ്ങളിലെ ദൈവം ഗിദെയോനെ വിളിക്കുന്നത് ഒരു വലിയ ശക്തിയുള്ള യോദ്ധാവായിട്ടാണ് വിളിക്കുന്നത്. യേശുക്രിസ്തു പത്രോസിനെ കണ്ടത് ഒരു മുക്കുവനായിട്ടല്ല കണ്ടത്, മനുഷ്യരെ പിടിക്കുന്നവരായിട്ടാണ് കണ്ടത്. പൗലോസിനെ ദൈവം കണ്ടത് ഒരു ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്. നമ്മൾ നോക്കുമ്പം പത്രോസ് ഒരു മീൻ പിടിക്കുന്നവനാണ്, യെരമ്യാവ് ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഗിദെയോൻ അവിടെ പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം കാണുന്നത് വേറൊരു രീതിയിലാണ്. മോശെ ഒരു വിക്കനായും കഴിവില്ലാത്തവനായും കണ്ടുവെങ്കിൽ ദൈവം അവനെ ഏറ്റവും ശക്തിയുള്ള ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നവനായിട്ട് കണ്ടു എന്ന് കാണുന്നു. നമ്മുടെ കാഴ്ചയും ദൈവത്തിൻ്റെ കാഴ്ചയാണ്. ഇങ്ങനെയുള്ളൊരു ദർശനം, ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളൊരു ദർശനം മോശയ്ക്ക് കിട്ടിയപ്പോൾ അവന് ധൈര്യം വന്നു, അവന് വിശ്വാസം വർദ്ധിച്ചു. ദൈവം അവനെ എംപവർ ചെയ്താണ്, അന്നേരം അവന് വിശ്വാസം വർദ്ധിച്ചു. അപ്പോസ്തലപ്രവൃത്തി 27:21 തൊട്ടുള്ള വാക്യങ്ങളിലെ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പൗലോസിൻ്റെ ഒരു ദർശനം എഴുതിയിട്ടുണ്ട്. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോകുകയില്ല. നിങ്ങളത് വായിക്കുക, അപ്പോസ്തലപ്രവൃത്തി 27:21 മുതൽ 24 വരെ. അപ്പോഴതിനകത്ത് പ്രത്യേകം പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ് 27 അധ്യായത്തിലെ 36 വരെയുള്ള വാക്യങ്ങളിൽ താഴോട്ട് കിടപ്പുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോകുകയില്ല. അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ധൈര്യം കൊടുത്തു. കാരണം പൗലോസിന് കിട്ടിയ ദർശനം അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു പൗലോസിനെ കാണാം. ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് കാണുക, വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഏലിശ പ്രാർത്ഥിച്ചു. 2 രാജാക്കന്മാരിൽ തൻ്റെ ദാസന്റെ കണ്ണ് തുറക്കാനായിട്ട് പ്രാർത്ഥിച്ചായിട്ട് കാണുന്നു. അപ്പോഴവൻ്റെ കണ്ണ് തുറന്നു. 6:17 അവൻ സിറിയൻ സൈന്യത്തെക്കാളും അധികം വലിയൊരു സൈന്യത്തെ അവിടെ കണ്ടു. കണ്ടിട്ട് എല്ലാ ഭയവും പോയതായിട്ട് കാണുന്നു. ഇന്ന് പലർക്കും അവരുടെ ഉള്ളിലുള്ള ശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ദർശനമില്ലാത്തതിനാൽ അവർക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ചെറിയ ദർശനങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിഷൻ, ഇതെല്ലാം അവരുടെ ജീവിതങ്ങളിൽ നിന്നേ കാണുന്നു. ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള വിഷനും കണ്ടിട്ട് അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ആളുകൾ നശിച്ചു പോകുന്നൊരനുഭവമുണ്ട്. വി നീഡ് ടു ഇംപ്രഗ്നേറ്റ് ഓർ വി നീഡ് ടു പ്രഗ്നൻറ്റ് ദ വിഷൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എന്നുള്ള ദർശനങ്ങളാണ് നമ്മളിൽ നിന്ന് വരേണ്ടത്. ഇത് പിശാച് ധാരാളം ദർശനങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ജനം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? പൈശാചിക വിഷൻ ദൈവത്തിൽ നിന്നാണ് എന്ന് വിചാരിച്ച് തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സഭകൾ ദർശനമില്ല എന്ന്, ആവശ്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത്. സോ യു നീഡ് ടു ഫൈറ്റ് ആൻഡ് ഗെറ്റ് റൈഡ് ഓഫ് വിഷൻ ദാറ്റ് ഡിസ്ട്രോയ്സ് യു. നിങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ദർശനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞാണ്, ഞാൻ എങ്ങനെ സ്വർഗീയ ദർശനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കും എന്ന് അഗ്രിപ്പ രാജാവിനോട് പറയുന്നു. പൗലോസ് പറയുന്നുണ്ട്. സദൃശവാക്യം 29:18 വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. Where there is no vision, the people will perish. ഈ
നാളുകളിലെ ദർശനത്താൽ നമ്മൾ നയിക്കപ്പെടേണ്ട ഏറ്റവും ആവശ്യമാണ്. ദർശനം ദൈവം തരുമ്പോഴേ, ആ ദർശനം നമ്മൾ കാണുമ്പോഴേ അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് തരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ പലപ്പോഴും ദൈവം ദർശനങ്ങൾ കൂടിയാണ് നമുക്ക് തരുന്നത്, നമ്മൾ മറന്നു പോയത്. അതുകൊണ്ട് ഈ ദർശനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിപ്പാൻ ഇന്ന് ദൈവം കൃപ തരട്ടെ. ഞാൻ ഇന്ന് എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു നിയമം നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യമാണ്. ദ ലോ ഓഫ് വിഷൻ, ദർശനത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഒരു നിയമമാണ്. ഇത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴേ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താല്പര്യത്തോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ അകത്തെ കണ്ണ് തുറന്ന് വിശ്വാസത്തിൽ കാണുകയും ചെയ്യുമ്പോഴേ ദൈവം ഈ ദർശനങ്ങൾ കൂടി നമുക്ക് കാണിച്ചു തരും. ഇന്ന് പലരുടെയും മൈൻഡ് ബ്ലോക്കിൽ ഇരിക്കുന്നുണ്ട്, ദർശനങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമാണ്. എനിക്ക് ഈ നാളുകളിൽ ധാരാളം ദർശനങ്ങൾ ദൈവം തരാറുണ്ട്. പ്രത്യേകിച്ചും മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദർശനങ്ങൾ തരാറുണ്ട്. ഈ ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം ഓരോ സ്റ്റെപ്പുകൾ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ ദർശനങ്ങൾ ദൈവം തരുമ്പോഴേ, ഇതൊരു പ്രിൻസിപ്പിളാണ്, ദ ലോ ഓഫ് വിഷനാണ്, ദർശനത്തിൻ്റെ ഒരു നിയമമാണ്. അത് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാനാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പൈശാചിക ദർശനങ്ങളുണ്ട്. പൈശാചിക ദർശനങ്ങൾ വരുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ദർശനങ്ങളെ പഠിച്ചതിനകത്ത് ഞാൻ പറഞ്ഞാണ്. പൈശാചിക ദർശനങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലും അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ദർശനം കാണുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പൈശാചിക അറ്റാക്ക് വരുന്നുവെന്നും അതും ഒരു ഇൻഡിക്കേഷനാണ്, ഒരു ദർശനത്തിൻ്റെ നിയമമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവെ, ഞങ്ങളെ നീ ദർശനങ്ങളാൽ നിറയ്ക്കണം. ദ ലോ ഓഫ് വിഷൻ, കർത്താവെ, ദർശനമില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു എന്ന്, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നല്ലോ കർത്താവെ. അതുകൊണ്ട് ഞങ്ങളുടെ ദർശനങ്ങളെ നീ കർത്താവെ ഈ ദിവസങ്ങളിൽ നന്നായി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ ദൈവവചനപ്രകാരമാണോ എന്ന് ഞങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കർത്താവെ ഞങ്ങളതിൽ വളരുവാൻ സഹായിക്കണമേ. ദൈവത്തെ ഞങ്ങൾ ലിമിറ്റ് ചെയ്യുവാനായിട്ട് ഒരിക്കലും നീ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിട്ടുള്ള വിഷൻ, സ്വർഗീയമായിട്ടുള്ള ദർശനത്തിൻ്റെ അനുസരണത്തോടെ ഞങ്ങൾ ജീവിക്കുമെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ അതേ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കിന്നൊരു വലിയൊരു അനുഗ്രഹം, ഒരു വിടുതൽ നിങ്ങൾക്ക് വരികയാണ്. ഡയാലിസിസ് കുറയാൻ, അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ഇരിപ്പാൻ ദൈവം വലിയൊരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. വിശ്വാസത്തോടെ ഒന്നെടുത്ത് പ്രാർത്ഥിക്കുമോ? സ്തോത്രം. ഇൻഡസ്റ്റിനകത്തൊക്കെ കർത്താവെ ഗ്രോത്ത് വന്നിട്ട് വലിയ പ്രയാസത്തിലിരിക്കുന്ന ആളുകളെ, ക്യാൻസർ ആണോ എന്നറിയത്തില്ല, ഓപ്പറേഷൻ വെയിറ്റ് ചെയ്യുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരുന്നു. വിശ്വാസത്തോടെ നിങ്ങളുടെ കൈയെ ആ വയറിൻ്റെ മേളിലേക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിൻ്റെ വലിയ കരുണ നിങ്ങളുടെ മേലിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നിങ്ങളെ ഒരിക്കലും ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ഈ ദിവസം ദർശനങ്ങളാൽ, സ്വപ്നങ്ങളാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ഇങ്ങനെയുള്ള വൈതരണികളിൽ നിന്ന് ദൈവം വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവേ, നീയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുതുക്കി മുമ്പോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നെങ്കിലും ഇത് വലിയ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തും. അതായത് ഇനിയും ഒരു 3-4 എപ്പിസോഡും കൂടി നമ്മൾ ഈ സ്പിരിച്വൽ ലോസ് പറയും. അത് കഴിഞ്ഞിട്ട് സ്പിരിച്വൽ ലോസിൻ്റെ നമ്മൾ എങ്ങനെയാണത് തെറ്റിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇതെല്ലാം നിങ്ങൾക്കൊരു പുതിയ അറിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവിൽ നിങ്ങൾ വളരുമ്പോഴേ നിങ്ങൾ ഇന്ന് കണ്ട പോലെ അല്ല പിറ്റേ ദിവസം. ഞാനത് വീണ്ടും എടുത്ത് പറയുകയാണ്. ഓരോ എപ്പിസോഡ് കാണുമ്പോഴും, ഹല്ലേലൂയ, ഓരോ എപ്പിസോഡ് കാണുമ്പോഴും നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് പേഴ്സണായി മാറുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ആത്മാവിലെ ദൈവം പറയുന്നു, ഇത് കാണുന്ന ഒരു ഡിഫറെൻറ്റ് പേഴ്സണായി മാറും. ഒന്നുമില്ല, ഇതിനകത്തൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും.
നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രെയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.